ഇന്ന് കമ്പപ്പൊടി വെച്ചിട്ടൊരു ഉപ്പുമാവാട്ട ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഒരു ദിവസം കടയിൽ പോയപ്പോൾ കണ്ടതാണ്. കുറേ കാലമായി കഴിച്ചിട്ട്. ആദ്യമൊക്കെ അംഗനവാടിയിലൊക്കെ ഉണ്ടായിരുന്നു ഈ ഉപ്പുമാവ്. അപ്പോൾ കടയിൽ പോയപ്പോൾ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് ഇഷ്ടമുള്ള ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യണേ. ആ പൊടി ഒന്ന് വറക്കണേ. പച്ചമണം മാറണ വരെ ഒന്ന് വറുത്തെടുക്കാം. അത് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉഴുന്നും കൂടി പൊട്ടിച്ചെടുക്കണം. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മുമ്പിട്ട വീഡിയോകളും ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിൻ്റെലേക്ക് ഇട്ട് കൊടുക്കാം. അത് ചൂടായിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഇഞ്ചിയും ഉള്ളി സവാളയും ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് വഴറ്റി കൊടുക്കുക. ഒന്ന് വഴണ്ടി വരുമ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അധികം വെള്ളം ഒഴിക്കാൻ പാടില്ല, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അധികം വെള്ളമായിട്ടുണ്ടെങ്കിൽ നല്ല കട്ട പിടിക്കും. അതുകൊണ്ട് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആദ്യം അംഗനവാടിയിൽ നിന്നൊക്കെ ഇത് കിട്ടുമ്പോൾ പായസവും അതേപോലെ പൂരം വറുത്തതൊക്കെ ഉണ്ടാക്കുമായിരുന്നു ഈ പൊടിയിട്ട്. അപ്പോൾ ഒരു ദിവസം ഈ കടയിൽ നിന്ന് കണ്ടപ്പോൾ അത് തിന്നാനൊരാഗ്രഹം, അങ്ങനെ വാങ്ങിക്കൊണ്ടുവന്നതാണ്. അങ്ങനെ പായസം ഉണ്ടാക്കി നോക്കി. പായസം അന്ന് വറക്കാതെ തന്നെ ഉണ്ടാക്കിയത്. അപ്പോൾ അന്ന് അത്ര ഇഷ്ടം തോന്നിയില്ല. പിന്നെയാണ് യൂട്യൂബൊക്കെ നോക്കിയപ്പോൾ ഇങ്ങനെ പൊടി വറുത്തിട്ടാണ് ഉണ്ടാക്കുക എന്നുള്ളത് മനസ്സിലായത്. അങ്ങനെ പൊടി ഒന്ന് ചൂടാക്കിയപ്പോൾ ആ പച്ചമണം മാറുന്ന വരെ ഒന്ന് വറുത്തെടുത്ത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിയപ്പോൾ. ഇനി നമുക്ക് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള പൊടി ഇട്ട് കൊടുക്കാം. ഇനി വെള്ളം പോരാന്നുണ്ട് തോന്നുന്നുണ്ട് വെച്ചാൽ കുറച്ച് വെള്ളം കൈ വെച്ചിട്ട് പിന്നെ ഒന്ന് തളിച്ച് കൊടുത്താലും മതി. ആവശ്യത്തിന് കൂടുതൽ വെള്ളമായിട്ടുണ്ടെങ്കിൽ കട്ടി പിടിച്ചാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഒന്ന് കുറച്ച് വിട്ട് നിൽക്കണം, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. കുക്കിംഗ് വീഡിയോ ഒക്കെ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ കുറച്ച് നേരം അടച്ചു വേവിച്ചു. ഇതാണ് ഉപ്പുമാവ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.